إلهي لست للفردوس أهلا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا جحيمي فهب لي توبة فاغفر ذنوبي. ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കേസാണ്. ഇതിനുള്ളിൽ ഇതൊന്ന് കയറ്റി വെക്കുക. ഈ കേസാണ് ഞാൻ കാണുന്നത്. ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കേസാണ്. ഇപ്പം ഞാൻ കാണുന്നത് ഈ കേസിനെയാണ്. ഇതൊരുപാട് വിജ്ഞാനങ്ങൾ അന്തർലീനമായ കിതാബാണെങ്കിലും ഇതാണ് അതിൻ്റെ കേസ്. ഇതാണ് ഇബാദത്തുകളെല്ലാം. അതിനുള്ളിൽ അല്ലാഹു ഇല്ലാത്ത കാലത്തോളം ഈ രണ്ട് ചട്ട അതിൻ്റെ ഇടയിൽ എന്തോ നമ്മൾ വൈക്കോലോ അല്ലെങ്കിൽ എന്താ പറയുക തെർമോക്കോളോ വെച്ച് ഫുള്ളാക്കി. തെർമോക്കോള് അങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിൽ കയറ്റി കേസും വെച്ചു. അപ്പോൾ എന്തായി? അത് ഹിക്കമാണ്. ഓ, വലിയ ഇൽമാണ്. ഒന്നുമില്ല. ജനം കാണുന്നത് ഈ ഒരു കേസിനെയാണ്. അതിൽ ഇൽമിൻ്റെ കടലാസുകളില്ലാത്ത കാലത്തോളം ഇതിനൊരു വിലയുമില്ല. കാണിക്കാൻ പറ്റും, ഉപകാരം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ ഇതിനുള്ളിൽ ടിഷ്യൂ പേപ്പർ നിറക്കപ്പെടാത്ത കാലത്തോളം നമ്മൾ കാണുമ്പോൾ എന്താണ്? ഓ, ഇത് കൈവശമുള്ള ആൾക്ക് മുഖം വൃത്തികേടായി എങ്ങനെ കിടക്കും. എന്നാൽ അവൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ കാണാൻ മാത്രം ഉണ്ടേനും ദൂരെന്ന് കാണുന്നവർക്ക് വിചാരിക്കും, എന്ത് എത്രയാണ് വിയർപ്പ്, ഒന്നാം മുഖം ഒന്ന് തുടച്ചൂടെ? തുടക്കാൻ പറ്റൂല. എന്തേ ഉള്ളൂ? കേസേ ഉള്ളൂ. അതുകൊണ്ടാണ് നിസ്കരിച്ചിട്ട് നമ്മൾ നന്നാകാത്തത്. റമളാൻ മാസം കഴിഞ്ഞാലും നമ്മളൊന്നാവില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ഇതിന് കനുണ്ടാക്കുന്ന സാധനം ടിഷ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇൽമ് എഴുതിയ കടലാസാണ്. ആരാധനയുള്ളിൽ അള്ളാഹുവാണ്. നമ്മളെ ഉള്ളിൽ അള്ളാഹു ഇല്ല. അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല. ജനം അതിൽ വഞ്ചിതരും. നമ്മൾ തറാവീഹ് കൊണ്ട് നിസ്കരിക്കും. അള്ളാഹ് നമ്മളെ ചിന്തയിലില്ല. നമ്മൾ പിന്നെ നാശമായി നടക്കും. ഒരാൾ തറാവീഹ് നിസ്കരിച്ചില്ല, എന്താ പറ്റുക? തറാവീഹ് നിസ്കരിച്ചില്ല, എന്തേ? ഏറ്റവും മോക്കതായ സുന്നത്തല്ലല്ലോ തറാവീഹ്. ഏറ്റവും മോക്കതായ സുന്നത്ത് റവാത്തിബ. ഈശ നിസ്കരിച്ചിട്ട് പള്ളിൻ്റെ പുറത്തായി വർത്താനം പറയും. തറാവീഹ് തുടർന്ന് പോഞ്ഞു വരും. മോക്കതായ നിസ്കാരം റവാത്തിബ നിസ്കരിക്കൂല. നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം തഹജ്ജുദിനെക്കാളും മോക്കതായ നിസ്കാരം റവാത്തിബ. നിസ്കരിക്കൂല. മനസ്സിലായില്ല? നിസ്കരിച്ചില്ല. എന്താ? ഒരാൾ നിസ്കരിച്ചില്ല. മിനിഞ്ഞാന്ന് രാത്രി ഏതാണ് ദിവസം? ബദരീങ്ങളുണ്ട്. ഒരാൾ മഗ്‌രിബ് നിസ്കരിച്ചു, പിന്നെ നന്നാക്കി കുളിച്ചു, വൃത്തിയായി. നോമ്പ് നോറ്റാൽ രാത്രി കുളിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഫിസിക്കലി ഗുണങ്ങളുണ്ട്, സ്പിരിച്വലി ഗുണങ്ങളുണ്ട്. നോമ്പ് തുറന്നിട്ട് കുളിക്കുക, വലിയ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കുക, നല്ല ഓരച്ച് കുളിക്കുക. മനസ്സിലായില്ലേ? അപ്പോഴത്തിന് ഇഷാനുവ കൊടുത്തു. അപ്പോൾ പിന്നെ അയാൾ ഇഷ നിസ്കരിച്ചു. വേഗം പെട്ടെന്ന് പോയി ഇഷ നിസ്കരിച്ചു. എന്നിട്ട് ഇറങ്ങി.
ഐഷയുടെ റവാത്തിബ് നിസ്കരിച്ചു. അയാൾ ഇറങ്ങി പെരിപ്പോയി, ഒറ്റ ഉറങ്ങി. ഇശാ നിസ്കാരം കഴിഞ്ഞു, ഇനി റവാത്തിബ് കഴിഞ്ഞു. മിനിഞ്ഞാന്ന് ഒരു ഉദാഹരണം, മിനിഞ്ഞാന്ന് ഒരു ഉദാഹരണം, ഇന്നും ഒരു ഉദാഹരണം. മിനിഞ്ഞാന്ന് വലിയ ഉദാഹരണം. അപ്പൊ ഇത്ര നേരം 8:30 ഒറ്റ ഉറങ്ങി, ഉറങ്ങി. എന്നിട്ട് അയാൾ എന്തിനാ ഉറങ്ങിയത്? 12:30 മണിക്ക് അയാൾ അലാറം വെച്ചിട്ടുണ്ട്, എണീക്കണം. എന്നിട്ട് അയാൾക്ക് വർത്താനം പറയണം. ആരോട്? അള്ളാഹിനോട്. പിന്നെ വർത്താനം പറഞ്ഞു. ആരവിടെ യോഗ്യൻ? 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, ഒരിക്കൽ പോലും അള്ളാഹിനെ ഓർത്തില്ല. ആരാ യോഗ്യൻ? മനസ്സിലായില്ല? ഇവന് തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവും, മറ്റവൻ തെറ്റിയാൻ ഒരു പേടി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് പിന്നെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. കരഞ്ഞു, നീ ശീലോട്ട് പഠിച്ചവനെ ചെയ്തു പോയതാണ്, മാപ്പാക്കണം. മറ്റൊൻ മാപ്പാക്കണം എന്നുള്ളത്, മാപ്പാക്കണമെന്ന് മൂല്യരും ദ്വാ ആലോചിച്ച്, ചിലപ്പോൾ ദ്വാരക്കണം മൂല്യരും ആലോചിച്ചിട്ടുണ്ടാവില്ല. അതൊരു സെറ്റിങ്സാണ്. ഇത് ഹംദ യുവാഫി അമൗൽ കാഫി എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ റഹ്മത്തിക്ക് യാ റഹ്മൻ റഹീം വരെ ഒരു സെറ്റിങ്സാണ്. അങ്ങനെയാവും ദ്വാ. അങ്ങനെയാണെന്നല്ല, അങ്ങനെ അല്ല എന്നുമല്ല. മനസ്സിലായില്ലേ? ബനോ ഹംദ യുവാഫി ഒന്നും അറിയില്ല. നട്ടപ്പാതിരക്ക് എണീക്കും, ഹോട്ടൽ തൊഴിലാളിയാണ്. ക്ഷീണിച്ചു വന്നതായിരുന്നു, അത് കടന്നു ഉറങ്ങി. 12:30 1 മണി 1:30 മണി എണീറ്റു. അല്ലെങ്കിൽ 2 മണിക്ക് എണീറ്റപ്പോഴത്തിന് 8:30 കിടന്നതാ. 2 മണിക്ക് എണീറ്റപ്പോഴത്തിന് ഉറക്ക് പൂർണ്ണമായി കഴിഞ്ഞു. ഞാൻ കരയാം ആരെ മുന്നിൽ? പറയാ അല്ലാഹുവിൻ്റെ മുന്നിൽ. തറാവീഹ് നിസ്കരിച്ചില്ല. എന്നിട്ട് എന്ത് ആകാശം പൊളിഞ്ഞാടോ? തറാവീഹ് നിസ്കരിച്ചില്ലെങ്കിൽ തറാവീഹ് ഒക്കെ നിസ്കരിച്ചല്ലോ. എന്നിട്ട് എന്ത് കിട്ടി? ഇന്ന് മുതൽ തറാവീഹ് നിസ്കരിക്കാം നിർത്താൻ വേണ്ടി പറയല്ല. ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ പടച്ചോൻ്റെ അടുത്തേക്ക് നന്നാകാനുള്ള വഴിയെ പറഞ്ഞു. നമ്മൾ തറാവീഹ് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ നന്നായി, കാരണം 20 റക്അത്താ നമ്മൾ നിസ്കരിച്ച്. ഓ പിന്നെ വിത്തറും. അപ്പം എത്രയോ നിസ്കരിക്കുന്നത് ഞാൻ നന്നായി. ഒരിക്കൽ പോലും ഒറ്റക്കിരുന്ന് റബ്ബേന്ന് പറഞ്ഞിട്ടില്ല. കാരണം പറയേണ്ട ആവശ്യമില്ല, പോയി എന്ന് നിസ്കരിക്കണ്ടല്ലോ. വേറെ ഇത്തനോ ഫർദ് റവാത്തിബ് മാത്രമേ ഉള്ളൂ. പക്ഷെ വർത്താനം പറയും ആരോട്? ഒന്ന് ചെങ്ങായി റബ്ബ്. ഒന്ന് തെറ്റിയൂല, ഒന്നാശാവൂല. എന്തുകൊണ്ട്? അവൻ്റെ കൂട്ടുകാരൻ റബ്ബാണ്. അവനവൻ്റെ കൂട്ടുകാരനെതിരായി അവനവൻ വല്ലതും ചെയ്യും. നമ്മളെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ ആരാധനയുടെ കേസിൽ കുടുങ്ങിപ്പോയി. അതാ പ്രശ്നം. വളരെ ചിന്തിക്ക്. ഇതെല്ലാം നിസ്കരിക്കുന്നു. നമ്മൾ ആലോചിക്കും, ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യുക? 10 റുപ്യ കയ്യിലില്ലല്ലോ. അള്ളാഹിനോട് വർത്താനം പറഞ്ഞാനോ? 10 റുപ്യ കയ്യിലില്ലെങ്കിലും ഓനങ്ങനെ വേവലാതിപ്പെടൂല. ഓനറിയാം റബ്ബ് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കും, അതുണ്ടാവും ചെയ്യും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കേറിയിരിക്കും. ولا أقوى على نار الجحيم فابلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. പിന്നെ മനസ്സിലാക്കണം, ഒരാളൊരു തെറ്റ് ചെയ്തു, കുറ്റപരമായ കാര്യം ചെയ്തു. ഇവിടെയും മലക്കുണ്ട്. അള്ളാഹുവിൻ്റെ കരുണാലോചിക്കണം. ഒരാൾ നന്മ ചെയ്തു, നന്മ ചെയ്യുമ്പോഴത്തേനും മലക്കത് എഴുതാൻ തുടങ്ങും. അതേ സമയത്ത് ഒരാൾ തെറ്റ് ചെയ്തു, അപ്പോൾ അള്ളാഹുവിൻ്റെ അപ്പോൾ അള്ളാഹു മലക്കിനോട് പറയും, ഇല്ല എഴുതല്ലേ. ഞാൻ എൻ്റെ കയ്യിൽ പേന തന്നെന്ന് വിചാരിച്ച് എൻ്റെ അടിമയെ പറ്റി എഴുതല്ലേ. അയാൾ പൊറുക്കലിനെ തേടും നോക്ക്. മജ്‌ലിസിന്റെ പൊറുക്കലിനെ തേടുണ്ടെങ്കിൽ പിന്നെ എഴുതരുത്. സുബ്ഹാനല്ലാഹ്.
തെറ്റ് ചെയ്തു, അവിടുന്ന് കരഞ്ഞു, അവിടുന്ന് തന്നെയാണ് കരഞ്ഞു. അല്ലാ ചെയ്തു പോയി. റെക്കോർഡിലുണ്ടാവില്ല, മലക്കിനോട് പറഞ്ഞിട്ടുണ്ട് എഴുതരുത്. മനസ്സിലായില്ലേ? എന്തേ? അവൻ്റെ റഹ്മത്താണ്. ആ റബ്ബിനെ പഠിക്കാതെ ഈ കേസും കൊണ്ട്, ഈ ടിഷ്യൂ ഇല്ലാത്ത ഈ കേസും കൊണ്ട് നടന്നിട്ട് എന്താണ് ചങ്ങായിമാരെ കാര്യം? നമ്മൾ സ്വയം അഭിമാനിക്കുക. ഞാൻ ആയുസിൽ പോയി 25 ഉംറ ചെയ്തിട്ടുണ്ട്, 2 ഹജ്ജുണ്ട്, 25 ഉംറയുണ്ട്. നിസ്കാരം നമുക്ക് കണക്കൂട്ടാനേ വെച്ചാൽ അതിന് മാത്രം നിസ്കരിച്ചിട്ടുണ്ട്. ഒരു വട്ടെങ്കിലും ദിവസം റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞു നോക്കിയിട്ടില്ല. ഇത് നമ്മളെ കുഴപ്പമാണ്, ഇപ്പം നന്നാവില്ല, ഇപ്പം നോമ്പ് കഴിഞ്ഞാൽ നന്നാവില്ല എന്നുള്ളതിന് നമ്മൾ തന്നെ തെളിവല്ലേ, നമ്മൾ നന്നാവും. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പ് നോൽക്കാത്ത സ്വഹാബികളുണ്ടായിരുന്നു. സുന്നത്ത് നോൽക്കൂല, എന്തുമാത്രം പറഞ്ഞു നോക്കും, സുന്നത്ത് നോൽക്കൂല, സുന്നത്ത് നോൽക്കൂല. പറന്നു നോമ്പോൽക്കും, സുന്നത്തില്ല. പണിയുണ്ട്, എരുമ്പളത്തെ പണിയാണ്, എരുമ്പളത്തെ പണിയാണ്, തോട്ടത്തിൽ പണിയാണ്. വൈകുന്നേരമായാൽ മക്കൾക്കും കുട്ടികൾക്കും എന്ത് ചെയ്യണം? കൈത്തോട്ട് പോയി വെള്ളം കൊണ്ടുവരണം. എത്ര ദൂരം പോകണം കൈത്തോട്ടിലേക്ക്? വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും ഭാര്യക്ക്. പിന്നെ കിടന്നുറങ്ങും, നേരത്തെ പിന്നെ പണിക്ക് പോകും. അതിനൊന്നും അവർക്ക് നേരമില്ല. അവർ സ്വഹാബികളാണ്. അവരിൽ ആരോട് തുടർന്നാലും നിനക്ക് ഹിദായത്ത് ഉറപ്പാണ്. നമ്മളോട് തുടർന്നാലോ? മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. സുന്നത്ത് വേണ്ട അതൊന്നല്ല, സുന്നത്തൊക്കെ വേണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷെ അതിനേക്കാൾ ആര് വേണം? അള്ളാഹു വേണം. അള്ളാഹു വേണം. അതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഒരാൾക്ക് അള്ളാഹു ഉണ്ട്, കേസൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. വേണം, അങ്ങനെ ആവണം എന്നല്ല, അങ്ങനെ ആവാൻ പറ്റുന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ളവരും കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ മർത്തബയാണ് നമ്മളല്ല. അല്ല കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞില്ലേ? അല്ലാജയെ കൊല്ലുന്ന കാലത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല. ബഗ്ദാദ് പട്ടണത്തിന്റെ നടുവിലാണ് അല്ലാജിയുടെ മഖബറ, ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാനും എൻ്റെ അപ്പുറത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മഖബറയും ഉണ്ട്. ഹല്ലാജ കഴിഞ്ഞിട്ട് പിന്നെ മൻസൂറുൽ ഹല്ലാജ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വരുന്നത്. മൻസൂറുൽ ഹല്ലാജ് കാഫിറാണെന്ന് ബാഹ്യ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അവർക്കതേ അറിയൂ, കൊന്നു. പിന്നീട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടെങ്കിൽ വയ്ക്കൂല. കാരണം അള്ളാഹുവിൻ്റെ ദിക്ർ കുടിച്ചു വരാ, പിന്നെ എന്താ പറയാൻ അന്തുണ്ടാവില്ല. അള്ളാഹിനാണ് കുടിച്ചുപോയി, കൽബ് നിറ അള്ളാഹ് നിറഞ്ഞു, പിന്നെ എന്താ പറയാന്നറിയില്ല. ഒരാൾ റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. നബിയാണ് ചിരിച്ച്, അല്ലാഹുമ്മ അൻത അബ്ദി, ഞാൻ അടിമ, വ അന റബ്ബുക, ഞാനാണ് ഉടമ പറഞ്ഞു. അങ്ങനെ പറയും. അന്തം വിട്ടുപോയി. കഅബ കാണാൻ വേണ്ടി ഒരാൾ വന്നു. ചരിത്രത്തിലെത്തില്ല, കഅബ കണ്ടപ്പോൾ ഒരു ത്വാഫിന് കഴിഞ്ഞില്ല, വീണു, മരിച്ചു. നമ്മളെന്താ പറയാ? കുരുത്തക്കേട്. അവിടെ എത്തിയിട്ട് ത്വാഫ് ചെയ്തില്ല. എന്തേ? റബ്ബേ നിന്റെ വീട് പറമ്പൻ മരിച്ചുപോയി, വീണു, മരിച്ചു. അങ്ങനെ എത്ര ആളുടെ ചരിത്രത്തിൽ. നാട്ടുകാരെന്താ വിധി പറയാ? കുരുത്തം കേട്ടോൻ. ചിലപ്പോ ഇവൻ കള്ളുടിയനായിരിക്കും. നീ നമ്മളെ വിധി പറയാം, കള്ളുടിയന്. അവസാനം അള്ളാന്റെ വീട്ടിലേക്ക് തൂബ ചെയ്യാൻ വേണ്ടി പോയി. റബ്ബേ നിന്റെ വീട്ടിൽ ഞാൻ എത്തിയല്ലോ റബ്ബേ പറഞ്ഞു. അപ്പത്തിന് വീണു, മരിച്ചു. നമ്മളെ വിധി എന്താ? ഓനെപ്പോലത്തോൽക്കൊന്നും ആ ഭാഗ്യം ഉണ്ടാവില്ല. ഇവിടെ കള്ളും കുടിച്ച് നടക്കല്ലായിരുന്നോ? വലിച്ച വലി ഇങ്ങോട്ട് കിട്ടിയില്ല, അവിടെ വീണു, മരിച്ചു. ഇഷ്ടം ആരോടുള്ള? അല്ലാഹ് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഈ കേസ് കൊണ്ട് നടക്കും. 20x30 എത്ര? 20x30 എത്ര? എന്ത് മനുഷ്യന്മാരാണ്. 20x30 എത്ര? 600. അതന്നെ. അപ്പം തറാവീഹ് നിസ്കാരം മാത്രം ഇപ്പോൾ റമദാൻ എത്ര റക്അത്താ? 600. പിന്നെ മറ്റത് 17 റക്അത്ത്, 17x30 വേറെ. പിന്നെ റവാത്തിബ്, പിന്നെ വിത്ർ,
1000 റക്അത്ത് എങ്ങനെയാലും പെരുന്നാളിൻ്റെ അന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞ് ചോറൊക്കെ തിന്ന രണ്ടാളും സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് എനിക്ക് റമദാനത്തിന് 1000 റക്അത്ത് എന്താണെങ്കിലും ഉണ്ട്. ഒരു റക്അത്ത് അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഒരു റക്അത്ത് അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കോട്ട വിട്ട് നിസ്കരിച്ചെന്നല്ല റബ്ബെ നിന്ദിച്ചിട്ടുണ്ട്. ഈ തറാവിയും നോമ്പൊന്നും ഇല്ലാത്ത ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. ആ ആൾക്കാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. അതാണ് ഖദീജത്തുൽ കുബ്ര. തറാവിയും ഇല്ല, നോമ്പുമില്ല. നമ്മൾ സ്വർഗത്തിൻ്റെ ഒരു മൂലക കുത്തരുന്നാണ് തറാവി നിസ്കരിച്ച വർത്താനം ഇങ്ങനെ പറയുമ്പോൾ ഖദീജാബി ചോദിക്കുന്നത് കുട്ടികളെ എന്തേ നിങ്ങളാ പറഞ്ഞു തിരിഞ്ഞില്ലല്ലോ. ജിബ്രീൽ വന്ന് പറഞ്ഞ മുസ്തഫ നബിയോട് സ്വർഗത്തിൽ ആർക്കുമില്ലാതെ ആരും ഉള്ളിൽ കയറാൻ കൊതിക്കുന്നൊരു മണിമാളികയുണ്ട്, അത് ഖദീജക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചതാണ്. ഈ മനുഷ്യൻ ഒരു നോമ്പ് നോച്ചിട്ടില്ല. ഈ നോമ്പ് മുഴുവനും നോറ്റ നമുക്ക് ആ മനുഷ്യൻ്റെ കൽബിലുള്ളത് അള്ളാഹ് കൊടുക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ്റെ കൽബ് ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്കാണ്. നമ്മളെ കൽബിൽ ആരില്ല? അള്ളാഹില്ല. എന്താ പ്രശ്നം? മനസ്സിലായില്ല? എന്തേ അള്ളാഹു തആലക്ക് ഒന്നിരിക്കൽ 4 ഖദീജ ബീവി വഫാത്തായി 4ാമത്തെ കൊല്ലം നോമ്പുണ്ട്. അപ്പൊ അള്ളാഹു തആലക്ക് 2 പണിയെടുക്കാലോ. എന്ത് സംഗതി? ഇപ്പോൾ ജിബ്രീലിനോട് പറയാം അലൈഹിസ്സലാം ഖദീജാന്റെ ഡേറ്റായി, മരിക്കേണ്ട ഡേറ്റൊക്കെ ആയിരുന്നു. ആ നോമ്പും തറാവിയൊക്കെ ഉണ്ടേനു. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ എന്താ ഇപ്പം നമ്മൾ കാട്ടുക? അപ്പം പിന്നെ നമുക്ക് കൊല്ലം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി റമദാൻ 10 വഫാത്താണ്. 10 ദിവസത്തെ തറാവിയെങ്കിലും നോമ്പ് ഇല്ല. ഖദീജ ബീവി ഈ കുരുത്തക്കേട് ഖദീജ ബീവിനെ പറ്റി പറഞ്ഞൂടെ? കുരുത്തക്കേട് നോക്കി ഒരൊറ്റ നോമ്പ് വിളിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? തല കൊടുത്ത് ചിന്തിച്ചു നോക്ക്. ഒരൊറ്റ നോമ്പില്ല ഖദീജ ബീവിക്ക്, ഒരൊറ്റ തറാവിയില്ല, ഒന്നുമില്ല. എന്തേ മാറ്റി ചെയ്തിട്ടുണ്ടല്ലോ, പലരുടെയും ഡേറ്റ് അല്ല മാറ്റി ചെയ്തിട്ടില്ലേ? അല്ലാഹു തആല ആലമുൽ അർവാഹിൽ വെച്ച് ദാവൂദ് നബിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ദാവൂദ് നബി ഒരു പ്രത്യേക രസമുണ്ട്. കംലഹു മിൻ ഉംരിഹി, എത്രയാണ് ഈ കുട്ടീൻ്റെ വയസ്സ് ചോദിച്ചു. 60 അപ്പോൾ ആദം നബി പറഞ്ഞില്ല, ഇത്ര ചെറുക്കുള്ള കുട്ടിക്ക് പഠിച്ചോന് 60, എനിക്കെത്ര ചോദിച്ചു? 1000. നിങ്ങൾക്ക് 1000, ദാവൂദിന് 60. അത് ശരിയാവില്ല. എന്നാൽ അത് ബറാബറാക്ക്. ഞാൻ ബറാബറാക്കൂലാവും റബ്ബ്. ഏത് കിതാബിലും മിഷ്കാത്തിലടക്കം ഈ ഹദീസുണ്ട്. ഞാൻ ബറാബറാക്കൂലാവും. എന്നാൽ പിന്നെ എൻ്റെ വാക്ക് കൊടുക്കണമെന്ന് എനിക്ക് വിരോധമുണ്ടോ ചോദിച്ചു. അതില്ല. എൻ്റെ വയസ്സിൽ 40 ദാവൂദിനോട് കൊടുത്തോളാം. എനിക്കേതായാലും എത്ര ഉണ്ടല്ലോ, 1000 എനിക്ക് 960 മതി. ദാവൂദിന് 100 കൊടുക്ക്, 100 ഒരു ബറാബർ. അപ്പം റബ്ബ് പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ മാറ്റാം. എന്തേ അല്ലാഹു തആലക്ക് അങ്ങനെ ആട്ടിക്കൂടേനോ? ദാവൂദ് നബിക്ക് ആ വയസ്സ് കിട്ടി. ആദം നബി 960 ഇസ്രായേൽ വന്നപ്പോൾ നടക്കൂലാറും. അതിൻ്റെ ചോദിച്ചു അല്ലെ, നടക്കൂലെന്ന് പറയാൻ എന്താ കാരണം വെച്ചു? നടക്കൂലെന്നെ, എനിക്ക് പറഞ്ഞതാണ് 1000 വയസ്സ്, 960 ആയിട്ടുള്ളൂ. അപ്പോൾ ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു ദാവൂദ, നിങ്ങളല്ലേ ദാവൂദ് നബി കൊടുത്ത്? അതൊക്കെ ആലമുൽ അർവാഹിൽ, ഇവിടെയല്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്. അതൊക്കെ അവിടെ, അതൊക്കെ ഇവിടെ നടഞ്ഞ് നടക്കൂല. എനിക്കിൻ്റെ 1000 തന്നെ. ഇസ്രായേലിനോട് തർക്കിച്ച് ആദം നബി അയച്ചു. 1000 വയസ്സ് പൂർത്തിയായപ്പോൾ ഇസ്രായേൽ നബിനെ ബരം അയച്ചു. അപ്പൊ എന്തേത് ദാവൂദ് നബിക്ക് അല്ലാഹു വയസ്സ് കൂട്ടി കൊടുത്തല്ലോ, എന്താ അങ്ങനെ തുടങ്ങി? ഇതൊന്നല്ല മർമ്മം. റബ്ബാണ്. 9 മുഴമാണ് ഖദീജയുടെ വീട്ടിൽ നിന്ന് കാബാലയത്തിലേക്ക്. ഒറ്റ തോഫിന് പോവില്ല. എന്തേ? എൻ്റെ റബ്ബിനെതിരായ വിഗ്രഹങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അന്ന് മുത്തുനബി വന്നിട്ടുമില്ല. അള്ളാഹ്ക്കെതിരായ ഒന്നിനെ ഞാൻ ആരാധിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നടന്ന ആളാണ് ആര്? ഖദീജ. അഖ്റബുൽ ബുയൂത്തി ഇലാ ബൈത്തില്ലാഹി ബൈത്തു ഖദീജ. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് ഏറ്റവും അടുത്ത വീട് ഖദീജയുടെ വീടാണ്. അതായത് മുഴങ്കൈയിനെ അളന്നാൽ എത്രയുള്ളൂ? 9 മുഴം. കാന അളിയക്കൽ മത്തോഫി, അവിടെ മത്തോഫിൽ ഏറ്റവും കുടിസാണ്. അവിടെ ആളുകൾ ഇങ്ങനെ തിങ്ങിയ പോവാ. അത് മൂലം അങ്ങോട്ട് ചേർന്നിട്ടുണ്ട്. എന്തിലേക്ക്?
കാബാലയത്തിലേക്ക്. അപ്പൊ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? അവിടെ എത്തുമ്പോൾ തിരക്കുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇടുങ്ങിപ്പോവും. നബിയുടെ കാലത്തും അങ്ങനെയാണ്. ഇത് പിന്നെ ആ വീട് പൊളിച്ച് മത്താഫ് വലുതാക്കിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതുവരെ അളിയക്കാണ്, ഒരു കുടിസാണ് അവിടെ. അത്രയും അടുത്താണ് ആരുടെ വീട്? ഖദീജ ബീവിയുടെ. അതിൻ്റെ ഉള്ളിൽ കയറൂല, അതെനിക്ക് പറ്റൂല. അതിൻ്റെ ഉള്ളിൽ കണ്ടുപോകില്ല. ദൂരെ മാറി മത്താഫിൽ വന്നിരിക്കും വൈകുന്നേരത്ത് കഅബാലയം കാണാൻ വേണ്ടി. തവാഫിനൂല. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സുകൊണ്ട് ആരുടെ കൂടെയാണ്? പറയാ, ആരുടെ കൂടെയാ? അല്ലാഹ്. ഒരു ഹജ്ജും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹജ്ജാക്കിയപ്പോഴത്തേന് ഖദീജ ബീവി മരിച്ചുപോയി. ഹജ്ജുമില്ല. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഹജ്ജും അറിയണം. ഹജ്ജിനെ അള്ളാഹിന്റെ ഹബീബ് ശുദ്ധീകരിക്കുന്നത് മനസ്സിലാക്കണം. 10-ാം കൊല്ലാണ് ഹിജ്റ. 10-ാം കൊല്ലം ഹജ്ജ് കഴിഞ്ഞ് റസൂൽ വഫാത്തായി. ഹിജ്റയുടെ 4 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് ആര് വഫാത്തായി? ഖദീജ ബീവി. ഖദീജ ബീവി കഴിഞ്ഞിട്ട് 13 കൊല്ലം കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്? ഹജ്ജാക്കണത്. അപ്പൊ ഒരു ഹജ്ജുമില്ല. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഹജ്ജുമെന്നറിയും. ഖദീജ ബീവി ആരല്ല? പറയ കുട്ടി, ആരല്ല? ഹജ്ജുമ്മയല്ല, റമ്മിയല്ല, അള്ളാഹുവിന്റെ അബ്ദാണ്. വലിയ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മുഹമ്മദ് മുസ്തഫ കല്യാണം കഴിഞ്ഞതിന് നേരെ പിറ്റേന്ന് റസൂലുള്ള പുറത്തു പോവുക. എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പണിക്ക് പോകണം. വേണ്ട, നീ പണിക്കോണ്ട, നിങ്ങൾക്ക് അള്ളാഹു വേറെ പണി തരും, നിങ്ങൾ കാത്തിരിക്കും. അപ്പോഴത്തിന് ഈ ആൾ നബിയാവുമെന്ന് എത്രയോ വട്ടം സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പണി വേറെയാണ്. നിങ്ങളെ ഞാൻ ഈ പണിക്ക് വേണ്ടി നിങ്ങളെ ഭാര്യ ആയിട്ട് തന്നെയല്ല, നിങ്ങൾക്ക് പണി വേറുണ്ട്. എങ്ങനെയുണ്ട്? അതുകൊണ്ടാണ് നമ്മളെ പെണ്ണുങ്ങളെ അടുത്ത് നമ്മൾ മലമുകളിൽ പോയിരുന്നാൽ ചീത്തറിയില്ല, വിളിച്ച ചീത്തറിയില്ല. ഞാൻ റമളാൻ ആയതുകൊണ്ടാണ് മല കയറി പൊൻപറക്കുന്ന് കയറിയിട്ട് മേലെത്താം. ഇവിടെ ഉണ്ട് ഇപ്പം എന്താ പറയുക, പൂവാട്ടർ അടുത്തുണ്ട് പൊൻപറക്കുന്ന്, വലിയ കുന്ന്. റമളാൻ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ കുന്നിൻ്റെ മേലേക്ക് കയറിയാൽ ഒരു ദിവസമൊക്കെ ഓള് സെൽഫിയൊക്കെ കണ്ട് ഓളെ ചങ്ങാഴ്ചയൊക്കെ വിട്ടുകൊടുക്കും. 2-ാം ദിവസം അത് നടക്കല്ലേ? നിങ്ങൾ ഓനെ തന്നെ നട്ടപ്പാതിരൊക്കെ ചോറ് കൊണ്ടുതരും. നിങ്ങൾ അതിനായിട്ട് കണക്കിടയിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇത് ഈ പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ ഹബീബായ റസൂലുള്ളാഹിനേക്കാളും 15 വയസ്സ് കൂടുതലാണ്. ഏന്തി പിടിച്ചിട്ട് വരും. ഇന്നിപ്പോൾ ബാല്യക്കാരായ നമ്മക്ക് നടക്കണില്ല. എന്ത് അങ്ങോട്ട് കയറല്ലേ അല്ലേ? പറയും, എത്ര അടുത്ത് നിൽക്കണം? ഇത് ഈ ഭക്ഷണം താങ്ങി പിടിച്ച് കയറും. നിങ്ങൾക്കൊന്നും ഇറങ്ങിക്കൂടാൻ നിൽക്കൂല. എന്തുകൊണ്ട്? ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കറിയും? ഹൃദയക്കറിയും. എന്തിനാണ് അതിന് വേറെ നിസ്കാരം തോന്നുന്നു? പിന്നെ ഒരു ദിവസം ഖദീജ ബീവിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. ഇനി ആരോ പേടിപ്പിച്ചല്ലോ. ഇല്ല, പേടിപ്പിക്കല്ല, അത് പേടിയല്ല. ഞാൻ നബിയായി എന്ന് മുസ്തഫായ നബിക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പ് ഇത് നബിയാണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അവരും അമ്മാന്റെ വർക്കത്തോണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കുക. എല്ലാം ഈ ഉമ്മത്തിൽ ആദ്യം വുളു എടുത്തത് ഖദീജ ബീവിയാണ്. ഹബീബ നബിയോടുകൂടെ ജമാഅത്തിൽ ആദ്യം നിസ്കരിച്ചത് ഖദീജ ബീവിയാണ്. ആദ്യം വുളു എടുത്തത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് വുളു കാണിച്ചു കൊടുത്തു മുസ്തഫ നബിക്ക്. ആ വുളു കണ്ടു. എന്നിട്ട് നേരെ വീട്ടിൽ പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മക്കായുടെ ഒരു പർവ്വത പ്രാന്തത്തിൽ ചിറകിട്ടടിച്ചു. അവിടെ വെള്ളം പൊട്ടി. ആ വെള്ളത്തിൽ നിന്ന് വുളു എടുത്തു സയ്യിദുനാ ജിബ്രീൽ. അത് ഹബീബായ നബി കണ്ടു, മനസ്സിലാക്കി. എന്നിട്ട് നേരെ, മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമത്തിൽ നിന്നു മൗമൂമായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ആദ്യ രീതി പഠിച്ചു. എന്നിട്ട് വീട്ടിൽ പോയി ഖദീജ ബീവിയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ വെള്ളം അവിടെ തന്നെ ഉണ്ട്. ആ വെള്ളത്തിന് വുളു എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഖദീജ ബീവിനെ വുളു എടുപ്പിച്ചു. എന്നിട്ട് ഇമാമായി റസൂലുള്ളാഹി ഖദീജ ബീവി മൗമൂമായി റളിയല്ലാഹു അൻഹാ. വളരെ ചിന്തിക്കണം. ഇതൊക്കെ ഖദീജ ബീവിയുടെ ഭാഗ്യമാണ്. എന്തേ അത്ര ഇഷ്ടം അള്ളാഹിനോട് റസൂലിനോട്. അതുകൊണ്ടല്ലേ ഈ കിഴവിയായ പെണ്ണിനെ കുറിച്ച് പിന്നീട് ആയിഷ ബീവി പറഞ്ഞുപോയി, നിങ്ങൾ എന്തിനാ നബിയെ ഈ പെണ്ണിനെ പറ്റി ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇതിനേക്കാൾ നല്ല പെണ്ണിനെ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ? മുസ്തഫ റസൂലുള്ളാഹിന്റെ മുഖം കാണിച്ചു വന്നു. ഖദീജയേക്കാൾ നല്ല പെണ്ണിനെ റബ്ബ് എനിക്ക് തന്നില്ലെന്നു. ഖദീജയേക്കാൾ ഖൈറുള്ള പെണ്ണിനെ തന്നില്ലെന്നു. ഖദീജയെ പോലത്തെ പെണ്ണിനെ പോലും അള്ളാഹു തന്നിട്ടില്ല. പിന്നെന്തോ ഖദീജയേക്കാൾ
നബി പറഞ്ഞുകൊണ്ടേയിരുന്നു, റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഐഷ ബീവി പറയാണ്, നബി ഇന്ന് നിർത്തിയെങ്കിൽ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ ഒരു വാക്ക് ഖദീജക്കെതിരെ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. എൻ്റെ അള്ളാഹു അങ്ങോട്ട് കയറിയ, അള്ളാഹിൻ്റെ ദിക്ർ കയറിയ തടിയാണ് ആര്? ഇന്ന് നമ്മൾ ചെല്ലണ ഒരു ദിക്റും ആർക്കറിയില്ല. പറയ കുട്ടിയെ, ആ ദിക്റൊക്കെ റസൂലുള്ള പഠിപ്പിക്കുന്നതിന് മുമ്പ് ആര് വഫാത്തായിട്ടുണ്ട്? ഖദീജ ബിക്ക് ഒരു ദിക്ർ അറിയും, അല്ലാഹ് അന്നെ അല്ലാഹ്. നമ്മൾ പഠിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഈ രൂപത്തിൽ ചെല്ലാൻ ഖദീജ ബിക്ക് അറിയില്ല. നമ്മൾ ചെല്ലിയല്ലോ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക. ഇതിൻ്റെ ഒക്കെ നമ്മൾ ചെല്ലിയെന്നല്ലാതെ ഇതിൻ്റെ കേസിൻ്റെ ഉള്ളിലുള്ളത് നമുക്കൊല്ലോ അറിയോ? നീ അർത്ഥം അറിയണോ? ചിന്തിക്കോ? അർത്ഥമൊക്കെ അറിയും, പക്ഷെ ചിന്തിക്കണ്ടേ? മനസ്സിലായില്ലേ? ചിന്തിക്കണം, തന്നെ കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ ഇവിടെ ഒരു അടിസ്ഥാനം ഉണ്ട്. എന്താണ് അടിസ്ഥാനം? മഅരിഫത്തുല്ലാഹ്, അള്ളാഹനറിയാം. അള്ളാഹനറിയാന്ന് പറഞ്ഞാൽ നീ അള്ളാഹിനോടുള്ള ബന്ധം നന്നാക്കലാണ് നിന്റെ മഅരിഫത്ത്. ജനങ്ങൾ നിന്നെ ആരിഫ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മരിക്കുമ്പോൾ നീ ആരിഫായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ.